എൻ്റെ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ്. കൃപാസനം മാതാവിനെ കാണണം. മാതാവിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ ഉണർത്തിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ആലപ്പുഴയിൽ ട്രെയിൻ ഇറങ്ങി, ബസ് പിടിച്ച് കൃപാസനത്തിന് മുമ്പിലെത്തി. ഇതാണ് കൃപാസനം മരിയൻ റിട്രീറ്റ് സെൻറ്റർ. അതിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഹാളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആ ഹാളിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒരു വലിയ തിരുസ്വരൂപമുണ്ട്. അതിനു മുമ്പിൽ കുറച്ച് പേർ മാതാവിനെ തൊട്ട് വണങ്ങി പ്രാർത്ഥിക്കാനായിട്ട് കയറി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് ചുറ്റും കണ്ണോടിച്ചു. തിരക്ക് കഴിയുന്ന വട്ടമില്ല. ഈ മെയിൻ ഹാളിലാണ് നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന നേർച്ച വസ്തുക്കളായ കൊന്ത, കാശുരൂപം, മെഴുകുതിരി, ബൈബിള്, കൃപാസന മാതാവിൻ്റെ ഫോട്ടോ, കൃപാസന മാതാവിൻ്റെ പടങ്ങൾ, ജപമാല എന്നിവയെല്ലാം ഈ ഹാളിലാണ് അതിൻ്റെ കൗണ്ടറുകളുള്ളത്. മാതാവിൻ്റെ കനിവുള്ള ആ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടും. അതിന് യാതൊരു സംശയമില്ല. കുറച്ചു നേരം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങൾ മാതാവിനോട് ഉണർത്തിച്ചു. ഇത് മാതാവിൻ്റെ തൊട്ട് സൈഡിലുള്ള കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇവിടെ നിന്നാണ് ഉടമ്പടി പുതിയതായിട്ട് എടുത്തവർ ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന മെയിൻ ഹാളിലേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ളൊരു പ്രദക്ഷിണമുണ്ട്. ആ പ്രദക്ഷിണത്തിന് ധൂപക്കുറ്റി, വിളക്ക്, കുട, മണി തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് മാതാവിനെ ആനയിച്ചു കൊണ്ടുപോകുന്നത്. മാതാവിനെ ആനയിച്ചു കൊണ്ടുപോകുന്നതിന് ഉടമ്പടി എടുത്തവർ ഉടമ്പടി സംബന്ധിച്ച ക്ലാസ് ഉണ്ട്. ഒരു മണിക്കൂർ, 1.5 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അത് ഉടമ്പടി എടുക്കുന്ന കൗണ്ടറിൻ്റെ മുകളിലാണ്, 3ാമത്തെ നിലയിലാണ് ആ ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉടമ്പടിയുടെ മെഴുകുതിരി വാങ്ങാനായിട്ട് താഴെ കൗണ്ടറിലേക്ക് വരണം. അവിടെ നമ്മളുടെ ഉടമ്പടിയുടെ റെസീറ്റും ടോക്കണൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരി അവിടെ നിന്നാണ് ലഭിക്കുക. അതിനുശേഷം നമ്മൾ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് പോകാനായിട്ട് ഈ ഹാളിൽ വന്ന് ഈ മാതാവിൻ്റെ മുൻപിൽ ഒരു പ്രാർത്ഥന ചൊല്ലി പാട്ട് പാടിയതിന് ശേഷമാണ് നമ്മൾ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന മെയിൻ ഹാളിലേക്ക് പോവുക. സാധാരണഗതിയിൽ മാതാവിൻ്റെ രൂപം, അതുപോലെ തന്നെ മണി, ധൂപക്കുറ്റി ഇവയെല്ലാം നറുക്കിട്ടെടുക്കുകയാണ് ചെയ്യുക. ഉടമ്പടി എടുക്കാൻ വന്നവർ അവർ നറുക്കിട്ട് ആർക്കാണ് മാതാവിൻ്റെ രൂപം കിട്ടുക, ആ വ്യക്തിയാണ് മാതാവിൻ്റെ രൂപം വഹിക്കുക. അതുപോലെയാണ് ധൂപക്കുറ്റിയായാലും മണിയായാലും നറുക്കിട്ട് ആ വ്യക്തികളായിരിക്കും അവ മാതാവിൻ്റെ ഉടമ്പടി പേടകത്തിൻ്റെ അവിടത്തേക്ക് പ്രദക്ഷിണമായിട്ട് പോവുക. മാതാവിനെ കിട്ടുന്നവർ വളരെ ഭാഗ്യമുള്ളവരാണെന്നാണ് സാധാരണഗതിയിൽ വിശ്വസിക്കപ്പെടുന്നത്. അവർക്ക് ആ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ഉടമ്പടി പേടകത്തിൻ്റെ അവിടത്തേക്ക് പോകാനുള്ള ഒരു മഹത്തായ ഒരു ഭാഗ്യം തന്നെയല്ലേ. അതിനൊരു ഭാഗ്യം വേണം. മാതാവിൻ്റെ രൂപം കയ്യിൽ പിടിക്കുന്നതിനും ഒരു ഭാഗ്യം വേണം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് മെയിൻ ഹാളിലുള്ള ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് തൈലം
കാശുരൂപമെല്ലാം അവിടെ ലഭിക്കുക. അതിനുശേഷം ആ തൈലം 7 നിലവിളക്കുകളുണ്ട്. അതിൽ തൈലം അല്പം ഒഴിച്ച് നമ്മൾ ഓരോ തിരി നമ്മൾ തെളിയിക്കും. അത് തെളിയിച്ചതിന് ശേഷം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ ചെയ്ത് നമ്മൾ എഴുതി കൊണ്ടുപോയിട്ടുള്ള ഉടമ്പടി പത്രിക, അവിടെ ഒരു ഉടമ്പടി പേടകമുണ്ട്. ആ പേടകത്തിൽ ഇട്ട് നമ്മൾ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉടമ്പടി അങ്ങനെയാണ് ഉടമ്പടി ചെയ്യുക. ഞാനിപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ടാണ് അതിപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. ധാരാളം ഭക്തജനങ്ങളാണ് കൃപാസനം മാതാവിനെ കണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനും പുതിയ ഉടമ്പടി എടുക്കാൻ, അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാനുള്ളവരുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാനുള്ളവരുടെ തിരക്കുണ്ട്. അങ്ങനെ പലതരം ആവശ്യങ്ങൾക്കാണ് ഈ ഭക്തജനങ്ങൾ ഇവിടേക്ക് ഓടിയണയുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ചുകൊണ്ട് അവർ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് ഓടിയണയുന്നത്. ലോകത്തിന്, വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്ത പലതും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്നാൽ അമ്മ മാതാവ് നിവർത്തിച്ചു തരും എന്നുള്ള അചഞ്ചലമായ വിശ്വാസം ആണ് അവരെ ഇവിടേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ വെയിലിനെ അവഗണിച്ചുകൊണ്ട് ഈ കൃപാസന സന്നിധിയിലേക്ക് ഓടിയണയുന്നത്. അതിൽ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുണ്ട്. പലരും കൃപാസനം റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുമ്പിൽ നിന്ന് മാതാവിൻ്റെയും യേശുവിൻ്റെയും ആ രൂപത്തെ ഫോട്ടോ എടുത്ത് തങ്ങളുടെ മൊബൈലിൽ പകർത്തി. കൃപാസനം മാതാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കർത്താവായ യേശുവിൽ നിന്ന് ആ നിയോഗങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരുന്ന കൃപാസനം അമ്മ. അതുകൊണ്ടാണ് ആയിരങ്ങൾ ദിനം പ്രതി ഈ അമ്മയുടെ മുമ്പിൽ ഭക്തിപൂർവ്വം അണയുന്നത്. കൃപാസന മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ, ഉടമ്പടി നിയോഗങ്ങളിൽ മാതാവ് നീ മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഞാൻ മാതാവിനെ കണ്ടു വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ നിന്ന് മടങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.